എല്ലാവർക്കും നമസ്കാരം. പതിവുപോലെ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പാലക്കാട് തന്നെയാണ്. പാലക്കാട് ഉള്ളൊരു ചെറിയ ഗ്രാമമായ പല്ലാവൂർ ഗ്രാമത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹൃദയം മൂവിയിൽ പ്രണവ് മോഹൻലാലും ദർശന രാജേന്ദ്രനും വന്നിട്ടൊരു അമ്പലമുണ്ട്, ഒരു മുരുകൻ്റെ അമ്പലം, വാമല മുരുക ടെമ്പിൾ. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് വരേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമാണ് ഇവിടെ വരാൻ ഏറ്റവും നല്ലത്. കാരണം 500 മീറ്ററിലധികം കുറച്ചൊരു ഹിൽ ടോപ്പ്, ഒരു ചെറിയൊരു മല കയറാനുണ്ട് നമുക്ക്. അപ്പോൾ ഞങ്ങളവിടെ എത്തി. പക്ക ഒരു നാട്ടുമ്പുറം തന്നെയായിരുന്നു. പതിയെ ഇവിടെ വഴി എന്നൊക്കെ നിങ്ങൾക്ക് പാറയുടെ മുകളിൽ എഴുതിയത് കാണാം. പതിയെ നമ്മൾ നടന്ന് നീങ്ങി. കാരണം ഞങ്ങൾ വന്നതൊരു ഉച്ച സമയത്താണ്, അതുകൊണ്ട് തന്നെ ചൂട് അറിയാതെ മരണം മൂടാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ പതിയെ നമ്മൾ ആ ലൊക്കേഷൻ കാണാനുള്ളൊരു കൊതി കൊണ്ടാണ് ഗൂഗിൾ മാപ്പിൽ ഇത് ജസ്റ്റ് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ മതി, കറക്റ്റായിട്ട് നമ്മൾ ലൊക്കേഷനിലെത്തും. പിന്നെ വരുന്ന റോഡൊക്കെ ഒരു ചെറിയ റോഡാണ്, കാരണം ഒരു ഗ്രാമപ്രദേശമാണല്ലോ. ഈ പടിയിലൂടെയാണ് നമ്മൾ കയറി പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പടിയിലാണ് നമ്മുടെ പ്രണവ് മോഹൻലാലും ദർശന രാജേന്ദ്രനും ഇരുന്നിട്ട് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളിത് ആ കടയാണ്, താഴെ കടയൊക്കെ ഉണ്ട്. അവിടുന്ന് വെള്ളമൊക്കെ നമ്മുടെ കയ്യിൽ പിടിക്കുക നല്ലത്, കാരണം ചൂട് കൂടുതലായ കാരണം ഞങ്ങളൊരു ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ പതിയെ നമ്മൾ അടുത്തേക്ക് നടന്നു. പക്ഷെ അധികം നമ്മൾക്ക് തോന്നും വലിയൊരു മലയൊന്നും അല്ല, ഒരു നോർമലായിട്ട് 500 മീറ്റർ, അതും കുത്തനെയുള്ളൊരു മലയല്ല. അതാ നേരെ കാണുന്ന കേട്ടോ നമ്മുടെ ടെമ്പിള്, മുരുകൻ്റെ അമ്പലമാണ്, വാമല മുരുകൻ്റെ അമ്പലമാണ്. തൊട്ട് മുന്നിലായിട്ട് കണ്ട ഒരു മരം, ഇതാ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട് ഫുള്ള് പാടങ്ങളാണ്. നമ്മൾ പതിയെ നടക്കുകയാണ്. ആ മരം നല്ലൊരു ഹൈലൈറ്റ് ആയിരുന്നു, കാരണം ഇവിടെ ഇരുന്നിട്ട് ആ ഒരു ഫ്രെയിമിൽ ഇവർ ഇരിക്കുമ്പോൾ, അതായത് പ്രണവ് മോഹൻലാലും അവരും കൂടി ഇരിക്കുമ്പോൾ, നായികയും കൂടി ഇരിക്കുമ്പോൾ, ഈ ഫ്രെയിമാണ് നമ്മൾ ബാക്കിൽ കണ്ടിരുന്നത്. നല്ലൊരു ഭംഗിയുള്ളൊരു അമ്പലമാണ്, കാരണം വേറൊരു ഇതുമില്ല, ഒന്നുമില്ല. തൊട്ട് ചുറ്റുമായിട്ട് പാടങ്ങളാണ് മൊത്തമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പതിയെ നമ്മൾ നടക്കാൻ ആരംഭിച്ചു. കാരണം എന്താണ്, ഒരു ലൊക്കേഷനിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ഫിലിം ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു പുതിയൊരു മൂവിയായ ഹൃദയത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പതിയെ മുന്നിലോട്ട് കയറുകയാണ്. പക്ക നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു തമിഴ് സ്റ്റൈലാണ് അതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ആണെങ്കിലും. അമ്പലത്തിൻ്റെ ഇതൊക്കെ കണ്ടോ മരം, അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ് എനിക്ക് തോന്നിയത്. ഈ അമ്പലത്തിനെക്കാട്ടിലും ആ മരം അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. കറക്റ്റ് ഒരു പാറയുടെ മുകളിൽ തന്നെയാണ് അമ്പലം നിലനിൽക്കുന്നത്. പിന്നെ കുറേ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ, കാരണം ആടുകളെയൊക്കെ മേയ്ക്കാൻ വന്നിട്ട് അവർ ചൂട് കൊണ്ടിട്ട് അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ നിൽക്കുകയാണ്. ഇതാ തൊട്ടപ്പുറത്ത് കണ്ടോ, ഇതാ മരം, ഈ മരമായിരുന്നു ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അമ്പലം ഈ മരം തൊട്ടപ്പുറത്ത് മൊത്തം ചെറിയ പാടങ്ങളും കാടുകളും റബ്ബറുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ ചുറ്റി കാണിക്കുകയാണ്. ഇതാണ് ഒരു വ്യൂ, ഒരു സൈഡ് വ്യൂ. ഇതാണ് അമ്പലത്തിൻ്റെ. കുറേ ആളുകളൊക്കെ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ആരുമില്ല ഈ ടൈം പറയുമ്പോൾ. പൂജയുടെ ഒരു സമയമൊന്നുമല്ല, കാരണം ഞാനൊരു 11-12 മണിക്കാണ് ഇവിടെ എത്തിയത്, അതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഇല്ലാത്തത്. പിന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹൃദയം മൂവി ലൊക്കേഷൻ എന്ന് പറഞ്ഞ് കുറേ ദൂരത്തു നിന്ന് ആളുകൾ കുറേ വരുന്നുണ്ട്. അത് അവിടെ ഈ തൊട്ട് മുന്നിൽ ചെറിയൊരു കടയുണ്ട്, അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞാണ് കുറേ പേര് വരാറുണ്ട്. പക്ഷെ അവരൊക്കെ വരുന്നത് ഈ ഈവനിങ് ടൈമാണ്, ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടും മറ്റുമാണ് അവർ വരുന്നത്. തൊട്ടപ്പുറത്തായിട്ട് എനിക്ക് തോന്നുന്നു ഒരു വാട്ടർ ടാങ്കാണ് തോന്നുന്നു, പുതുതായി നിർമ്മിച്ചതാണ് ആ ബാക്ക് സൈഡിൽ ഇത് കാണുന്നത്. കാരണം ഇവിടേക്ക് അറിയാമല്ലോ, ചിലപ്പോൾ വെള്ളത്തിൻ്റെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കാരണം ഫുള്ളായിട്ട് കുന്നും പാറയും അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് തൊട്ടപ്പുറത്തായിട്ട് നിലനിൽക്കുന്നൊരു പാടം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു ശ്രദ്ധ ഇതായത്, കാരണം ഞാൻ ആദ്യം വിചാരിച്ചില്ല അങ്ങോട്ട് പോകണമെന്ന്. അവിടെ ആ പാടം മുകളിലായിട്ട് ഒരു ഹനുമാൻ പാദം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്നാൽ കുറച്ച് അങ്ങോട്ട് പോകാം. തൊട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ചെറിയ കാടുകളുണ്ട്. വലിയ കാടല്ല, ഒരു ചെറിയൊരു കാടുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് പതിയെ നമുക്ക് അങ്ങോട്ട് നടക്കാം. കാരണം ഞാനിത് ബാക്കി ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്തപ്പോൾ ഇത് കണ്ടില്ല കേട്ടോ, ഹനുമാൻ പാദം എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ഇവിടെ കണ്ടില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കിത് കാണാൻ സാധിച്ചത്. കാരണം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴൊന്നും ഇങ്ങനെ അധികമൊന്നും കണ്ടിരുന്നില്ല. കണ്ടോ, ഇവിടെ പാറയുടെ മുകളിലായിട്ട് ഒരു ഹനുമാൻ പാദം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വന്നത്, അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എവിടെയാണ് ഇതുള്ളത്. അപ്പോൾ തൊട്ട് താഴെ നോക്കുമ്പോൾ താഴെ മൊത്തം നമ്മൾ കുന്നിൻ്റെ മുകളിലാണല്ലോ, താഴെ ഫുള്ളായിട്ടൊരു കുഴി പോലെയാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ കുറച്ചും കൂടി അടുത്തേക്ക് പോയപ്പോഴാണ് അവിടേക്കൊരു വഴി കാണിക്കുന്നുണ്ട് അവർ, ഹനുമാൻ പാദം എന്ന് എഴുതിയിട്ട്. ജസ്റ്റ് ഇതാ റൈറ്റ് സൈഡിലേക്കൊരു ഇത് വെച്ചിട്ടുണ്ട്, ഏരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പതിയെ ഞങ്ങളവിടെ താഴെ ഇറങ്ങിയപ്പോഴാണ് നമുക്കൊരു അത്ഭുതം തോന്നിയത്. കണ്ടോ, ജസ്റ്റ് റൗണ്ടായിട്ട് ഇതാണ് ഹനുമാൻ്റെ ഒരു കാല്, കണ്ടോ, ഇതാ ഈ കാണുന്നത് കേട്ടോ. കാരണം ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെ കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ ഒരു ഇതാണ്.
കണ്ടു ഹനുമാൻ പാദം ഇതാണ്. അപ്പോൾ നമ്മളിതാ അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ കുറച്ച് നേരം തൊഴുതു. കാരണം നല്ല രസമുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു പുതിയൊരു അറിവായിരുന്നു ഇങ്ങനത്തെ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഇവിടെ ഹനുമാൻ പാദം പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു എന്ന്. ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരിക്കലും ഇത് മറക്കരുത് കേട്ടോ. ഹനുമാൻ പാദം ഇവിടെ ഉണ്ട്, അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അമ്പലം മാത്രം കണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻ മാത്രം കണ്ടിട്ട് നിങ്ങൾ പോകരുത്, ഇതും കൂടി നിങ്ങൾ എന്തായാലും കാണണം. ഇതാണ് നമ്മുടെ ഇവിടുന്ന് ഒരു അമ്പലത്തിൻ്റെ ഒരു ഇത്. കാരണം ചുറ്റുമതിൽ മൊത്തമായിട്ടൊരു നീലയും വെള്ളയും നിറത്തിലുള്ളൊരു നീലിച്ചൊരു കളറായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു തമിഴ്നാടൻ സ്റ്റൈലിലാണ് അവർ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഹനുമാൻ പാദത്തിൻ്റെ അവിടുന്ന് നമ്മൾ തിരിച്ചിങ്ങോട്ട് കയറുകയാണ്. കാരണം ദൂരെ നിന്ന് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. കാരണം മുകളിലൊരു നീല ആകാശം, അതിൽ മേഘങ്ങളും, നല്ല രസമാണ് കണ്ടോ. ഇപ്പോൾ ഒരുപാട് നേരം നമ്മളവിടെ ഇരുന്നു, ഒരുപാട് നേരം കുറേ ഫോട്ടോസ് എടുത്തു. കാരണം ഫോട്ടോ ഷൂട്ടിങ്ങിന് പറ്റിയ ടൈമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഉച്ച സമയമല്ല, ഞങ്ങൾ പോയ ടൈം കുറച്ചൊരു തെറ്റായ ടൈമായിരുന്നു. മോർണിംഗ് ഈവനിങ് നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങോ വരണം. അപ്പോൾ ഈ ഫ്രെയിം ഒന്നാകൊന്ന് മാറും, നല്ല രസമായിരിക്കും. കാരണം ഇപ്പോൾ വെയിലായ കാരണമാണ് ഇത്രയ്ക്കൊരു ഇത്. ബാക്കി ഒരു ഏർലി മോർണിംഗിലും ഈവനിങ്ങിലും നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് മൊത്തമായിട്ട് കണ്ട റബ്ബർ തോട്ടങ്ങളും പാടങ്ങളുമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പതിയെ താഴോട്ട് ഇറങ്ങുകയാണ്. കാരണം ചൂടിൻ്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു 11-12 മണി കഴിഞ്ഞ് ഇപ്പോൾ 1-2 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് വയ്യാതെയാവും. കൊണ്ടുവന്ന വെള്ളം കഴിയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പതിയെ താഴോട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ പ്രണവ് മോഹൻലാലും ദർശന രാജേന്ദ്രനും ഇരുന്ന ആ പടിയിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങുക കേട്ടോ. വണ്ടി ഞങ്ങൾ തൊട്ട് താഴെ തന്നെ പാർക്ക് ചെയ്തത്. അവിടെ ഒരു കടയുണ്ട്, ആ കടയുടെ തൊട്ട് താഴെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത്. ഇത് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി നമുക്ക് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു പിക്ചർ നമുക്കിതാ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.